ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം റിസീവ് ദ ക്രൗൺ ഓഫ് ലൈഫ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 22-ാം വാക്യം. Matthew's Gospel, chapter 10, verse 22. But he that endures to the end shall be saved. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. ആമേൻ. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പാനുമായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ അപ്പൊ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം. അടിയങ്ങളോട് സംസാരിക്കണമേ. ജീവകിരീടം പ്രാപിക്കുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സഹനം ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ക്രൂശ് മരണം വഹിച്ച കർത്താവിന്റെ അനുയായികളായ നാമും അത് ഒരു മാതൃകയാക്കണം. നമ്മുടെ എല്ലാ അവസ്ഥയിലും അവിടുന്ന് നമ്മോടൊപ്പമുണ്ട്. നിരാശയും മനക്ലേശവും ഉയരുമ്പോൾ കഴിഞ്ഞ കാലത്തിലേക്ക് തിരിഞ്ഞ് ദൈവം ചെയ്ത നന്മകളെ അനുസ്മരിക്കുന്നത് ആശ്വാസപ്രദവും നഷ്ടപ്പെട്ട ധൈര്യവും വീണ്ടെടുക്കുന്നതിന് ഏറെ ഉപകരിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നമ്മെ അത്ഭുതകരമായി രക്ഷിച്ചിട്ടുള്ള അനവധി അനുഭവങ്ങൾ കാണുമെന്നുള്ളത് തീർച്ചയാണ്. നമ്മുടെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി നാം പങ്കുവയ്ക്കുമ്പോൾ അവ അവരുടെയും വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. ദൈവത്തിൽ നിന്നും അകറ്റുന്ന സകലത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കണമേ എന്ന പ്രാർത്ഥനയോടെ നാം ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമർപ്പിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ജീവകിരീടം പ്രാപിക്കുന്നതിന് നാമും അർഹരാകും. ക്രിസ്തുവിന്റെ മരണത്തിന്റെ അനുസ്മരണയല്ല, അനുഭവമാണ് നമുക്ക് വേണ്ടത്. കഷ്ടതയുടെ ചിതയിൽ നിന്നും ജീവിതത്തിന്റെ കൊടുമുടിയിലേക്ക് നമുക്ക് കടക്കാം. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു. 1 കൊറിന്ത്യർ 2:9. 1 Corinthians chapter 2 verse 9. But as it is written, eye has not seen, nor ear heard, neither have entered into the heart of man the things which God has prepared for them that love him. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. വിശുദ്ധ പൗലോസിനെ പോലെ നമുക്കും ആ വചനം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ അടുത്തേക്ക് നടന്നു ചെല്ലാം. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പ്രിയനായ കർത്താവേ, അവിടുന്ന് രക്ഷകനാകയാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സ് നാളെല്ലാം നിന്നോട് ഒരുമിച്ച് ജീവിക്കുന്നതിനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് വചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുടുംബമായി അവിടെ ഞങ്ങളെ ഉള്ളം കയ്യിൽ വഹിക്കുന്നതിനായി സ്തോത്രം. അടിയങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവിടെ ഞങ്ങൾക്കായി വെച്ചിരിക്കുന്ന ജീവന്റെ കിരീടം പ്രാപിക്കുവാൻ, ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ അപ്പാ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചന പ്രകാരം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യയെ അനുഗ്രഹിക്കണമേ. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും, വിശേഷാൽ കേരളത്തെ, തമിഴ്നാടിനെ, കർണാടകത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരും ഇന്ത്യക്ക് മാതൃക നൽകുന്ന അവിടുത്തെ മക്കളായി ജീവിക്കുവാൻ, അവിടുത്തെ അറിയാത്ത അനേകർക്ക് കർത്താവേ ഞങ്ങൾ വഴികാട്ടികളായി തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കുടുംബത്തിലുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം. അവിടുന്ന് തന്നിരിക്കുന്ന വയലുകൾക്കായി നന്ദി, ഓഫീസുകൾക്കായി നന്ദി. അവിടുന്ന് തന്നിരിക്കുന്ന ബിസിനസ്സിനായി സ്തോത്രം. അതിന്റെ അതിരുകളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം കർത്താവേ. അവിടുന്ന് ജോഷുവയുടെ അരുളി ചെയ്തതുപോലെ നീ പോകുന്നിടത്തേക്കും എന്റെ കരം കൂടെയിരിക്കും, നീ കൃതാർത്ഥനായിരിക്കും, നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്നുള്ള തിരുവചനം ക്ലെയിം ചെയ്തുകൊണ്ട് ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ തലമുറകളെ പ്രത്യേകമായി തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ മക്കൾ അറ്റൻഡ് ചെയ്യുന്ന എക്സാം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവേ ആ പരീക്ഷകൾ എഴുതുവാൻ മക്കളെ സഹായിക്കണം. ദൈവമേ, തുടർന്നുള്ള ദിവസങ്ങളിൽ നല്ല ആരോഗ്യത്തോടെ അനുഗ്രഹത്തോടെ മക്കളെ സന്തോഷത്തോടെ തിരുസന്നിധിയിലായിരിക്കാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണം.
അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണമേ. സകല ഭയവും വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന മക്കൾ കർത്താവേ ജയോത്സവമായി ഹല്ലേലൂയ അവരെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരിക്കൽ കൂടി കർത്താവേ, ഇന്നത്തെ ദിവസത്തിനായി സ്തോത്രം. അവിടുന്ന് സൗഖ്യമാക്കുന്ന യഹോവയാണല്ലോ, അവിടുന്ന് സൗഖ്യമാക്കുന്ന കർത്താവാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ ഓരോ മക്കൾക്കും പൂർണ്ണ സൗഖ്യം വന്നുമിരിക്കുന്നതിനായി നന്ദി പറയുന്നപ്പാ. ഇന്നത്തെ ദിനം ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും മേഘസ്തംഭമായി അഗ്നിത്തൂണായി തിരുസാന്നിധ്യം കൂടെയിരുന്ന് ഞങ്ങളെ മാനിക്കുന്നതിനായി നന്ദി. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ സ്തോത്രപ്പ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ ഇപ്പോൾ കേട്ട ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പ്രാർത്ഥനകൾക്കും കൂടുതൽ വിവരങ്ങൾക്കുമായിട്ട് ഞങ്ങളെ വിളിക്കുക. എല്ലാ ദിവസവും പ്രഭാതത്തിലും വൈകുന്നേരവും അനുഗ്രഹിക്കപ്പെട്ട സൂം മീറ്റിങ്ങുകൾ നടന്നു വരുന്നു. ഇതിൻ്റെ ലിങ്ക് ID ലഭ്യമാകുവാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ദൈവം എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ.